മലപ്പുറത്തേക്ക് പോയാൽ അവിടെ മഞ്ഞപ്പറ്റയിലെ പെട്രോൾ പമ്പിൽ നിന്നും എളങ്കൂർ പാലിയേറ്റീവ് കെയറിന്റെ സംഭാവനാ ബോക്സ് മോഷണം പോയി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. പമ്പ് അധികൃതർ പോലീസിൽ പരാതി നൽകി. ആ ദൃശ്യങ്ങളിലേക്ക്. വിജയേട്ടൻ പെട്രോൾ പമ്പിലോട്ട് വളരെ വേഗതയിൽ അവിടെ നടന്നു വരുന്നുണ്ട്. നടന്നങ്ങനെ വന്ന് പെട്രോൾ പമ്പിനടുത്തോട്ട് വരുന്നുണ്ട്. പെട്രോൾ പമ്പ് വിജനമാണ്, ശൂന്യമാണ്, അവിടുന്ന് ആരുമില്ല. അപ്പോൾ അവിടെ നോട്ടം ഓടി അങ്ങോട്ട് പോയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഈ സംഭാവന ബോക്സ് എടുത്തുകൊണ്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്. വെറും സംഭാവന ബോക്സ് അല്ല, പാലിയേറ്റീവ് കെയർ. അതായത് വേദന, ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന, ചികിത്സകൾ ഇനിയും ഫലിക്കില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സംഭാവന കൊടുക്കുന്ന ആ ബോക്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക കഷ്ടമാണ്. ചില ഹോട്ടലിലൊക്കെ നമുക്ക് കാണാം അതുപോലെ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തോട്ട് പോകട്ടോ. എന്തൊരവസ്ഥയാണ് ആലോചിച്ച്. വളരെ വിഷമകരമായിട്ടുള്ള, വളരെ മോശം ഒരു പ്രവൃത്തിയാണ്. എളങ്കൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ള ഒരു ബോക്സാണ്, ഒരു സംഭാവന ബോക്സാണ് ഈ പെട്രോൾ പമ്പിൽ എത്തിയ അജ്ഞാതൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇതിനൊക്കെ തോന്നുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. വളരെ സ്വാഭാവികമായി നടന്നു വന്ന് ആ ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ പമ്പുടമകൾ പിറ്റേ ദിവസം ഈ പമ്പിലെത്തിയപ്പോഴാണ് ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഈ ബോക്സ് നഷ്ടമായതായി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് അവർ CCTV പരിശോധിച്ചപ്പോഴാണ് ഇത് വ്യക്തമായത്. എന്തായാലും പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഇത് ആരാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ പമ്പിനെ കുറിച്ചും ഒക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം അതാണ് ഇവിടെ വന്നാൽ ഇത് എടുത്തുകൊണ്ട് പോകാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ അർദ്ധരാത്രിയിൽ വാഹനമൊന്നും ഇല്ലാതെ അവിടേക്ക് എത്തേണ്ടുന്ന സാഹചര്യമില്ല. അപ്പോൾ ഇത് കൃത്യമായി എടുത്തുകൊണ്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മോഷ്ടാവ് എത്തിയത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസിന്റെ അന്വേഷണം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നുമുണ്ട്.